ശബരിമല സ്വർണ്ണക്കൊള്ള പരാമർശിക്കുന്ന പാരഡി ഗാനത്തിനെതിരെ പരാതി നൽകാൻ CPIM തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി CPIM പത്തനംതിട്ട ജില്ലാ നേതൃത്വം രംഗത്തു വന്നു. പാരഡി ഗാനത്തിലൂടെ കോൺഗ്രസും മുസ്ലിം ലീഗും ധ്രുവീകരണത്തിന് ശ്രമിച്ചുവെന്നാണ് CPIMന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടത്തിൻ്റെ കടുത്ത ലംഘനമാണ്. ഒരു കാരണവശാലും മതസ്ഥാപനങ്ങൾ, ദൈവങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയൊന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കർശനമായ നിലപാട്. വളരെ വ്യാപകമായി തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഈ പാരഡി ഗാനം വ്യാപകമായി ഉപയോഗിച്ചു. പാട്ടിനെ പേടിക്കുന്ന പാർട്ടിയായി CPIM മാറിയോ എന്നാണ് KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥിന്റെ ചോദ്യം. പരാതിയുമായി പോകുന്നത് പാരഡിയേക്കാൾ വലിയ കോമഡിയെന്നും പരിഹാസം. ഒരു പാട്ടിനെ പേടിക്കുന്ന അത്ര ദുർബലമായ ഒരു പാർട്ടിയായി കേരളത്തിലെ CPM പാർട്ടി മാറിക്കഴിഞ്ഞോ? കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ പാട്ടും പാരഡി പാട്ടും ഒക്കെ എത്രയോ തെരഞ്ഞെടുപ്പുകൾ വന്നിട്ടുണ്ട്. ആ പാട്ടുകൾക്കെതിരെ ആരെങ്കിലും പരാതിയായിട്ട് പോയിട്ടുണ്ടോ? ഈ ഒരു പാരഡി പാട്ടിനെതിരെ പരാതിയുമായി പോകുന്നത് അത് പാരഡിയേക്കാൾ വലിയ കോമഡിയാണ്. ആ കോമഡിയിലേക്കാണ് ഇപ്പോൾ CPM എത്തിയിരിക്കുന്നത്. ഇതിനിടെ ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് പ്രസാദ് കുഴിക്കാല എന്നയാൾ നൽകിയ പരാതി സംസ്ഥാന പോലീസ് മേധാവി ADGPക്ക് കൈമാറി. പ്രാഥമിക അന്വേഷണത്തിന് സൈബർ SPയെ ചുമതലപ്പെടുത്തി. വിവരങ്ങളുമായി ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ഇപ്പോൾ ഷിജോ, ഈ നിലവിൽ ഏറ്റവും ഒടുവിലാണ് ഈ പാരഡി ഗാനം വിവാദമായിരിക്കുന്നത്. അതിൽ പരാതിയുമായി പോകാൻ CPM ഏത് ഘട്ടത്തിലാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്? കാരണം ഇത്രയും നാൾ ഈ ഗാനം ഇവിടെ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ഇപ്പോൾ പരാതി എന്നത് പ്രസക്തമായ ചോദ്യമാണ്. പ്രജിൻ, ആ ചോദ്യത്തിനാണ് CPM നേതൃത്വം കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയാതെ ഇത് മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു പാട്ടാണ്, അതൊരു പാരഡി ഗാനമാണ്, അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതായതുകൊണ്ട് അതിനെ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ CPM ഇതിനെ നിയമപരമായിട്ട് നേരിടാനുള്ള കാര്യങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. നാളെ തന്നെ CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേരും. അതിനുശേഷം സംസ്ഥാനത്തെ നേതൃത്വത്തെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ CPM തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ഭക്തരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന ഒരു പാരഡി ഗാനമാണ്. അതോടൊപ്പം തന്നെ ഇത് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നുണ്ട്, അയ്യപ്പനെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് CPM ഇതിനെ നിയമപരമായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് ആലോചിച്ചിരിക്കുന്നത്. അക്കാര്യമാണ് പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റി സെക്രട്ടറി രാജു എബ്രഹാം അല്പസമയം മുമ്പ് 24മായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും അങ്ങേയറ്റം നിയമപരമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഒരു തരത്തിലും ഇതിനെ ഒരു ആക്ഷേപഹാസ്യമായിട്ട് കാണാൻ കഴിയുകയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളകളിലടക്കം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും അവർ ഈ പറയുന്ന കോൺഗ്രസ് സൈബർ ഹാൻഡിലുകളിലും കോൺഗ്രസ് നേതൃത്വവും ഇതിനെ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഉപയോഗിച്ചു. അത് തീർത്തും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിയമപരമായിട്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ് രാജു എബ്രഹാം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും നാളെ ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവും. നാളെയാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നത്. അതിനുശേഷം സംസ്ഥാന നേതൃത്വത്തിന്റെയും ജില്ലാ കമ്മിറ്റിയുടെയും കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ചെയ്യും. എന്തായാലും ഇതിനെ കോൺഗ്രസ് പറയുന്നത് ഒരു പാരഡി ഗാനത്തെ പോലും പേടിക്കുന്ന പാർട്ടിയായിട്ട് CPM മാറിയിട്ടുണ്ട്. അതൊരു അവർ അവരെ വഴിക്ക് പൊക്കോട്ടെ, ഇതിനൊരു ആക്ഷേപഹാസ്യമായിട്ട് മാത്രമാണ് ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്, അതല്ലാതെ ഒരു മതവികാരത്തെയും വ്രണപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട്. എന്തായാലും CPM ഇതിനെ നിയമപരമായിട്ട് നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിവാദമായ ഗാനമാണ്, പാരഡി ഗാനമാണ് ഇപ്പോൾ ഒരു പരാതിക്കിടയാക്കിയിരിക്കുന്നത്. CPM ആ രീതിയിൽ പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തു എന്നാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. ഷിജോ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടവേള. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.